എന്താണ് കേശധൂപനം? ഈ വാക്ക് നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും സുപരിചിതമായിരിക്കും. പണ്ട് കാലങ്ങളിൽ നമ്മുടെ എല്ലാം വീടുകളിൽ അമ്മമാരും അമ്മൂമ്മമാരും മുടി ഉണക്കുന്നതിനും മുടി കൂടുതൽ സംരക്ഷിക്കുന്നതിനുമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് കേശധൂപനം എന്നത്. ആയുർവേദ പ്രസവരക്ഷയിൽ മുടിക്ക് വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളിൽ ഒന്നാണ് കേശധൂപനം. പ്രസവരക്ഷയിൽ മാത്രമല്ല, മുടിക്കുണ്ടാകുന്ന അതായത് താരൻ, മുടിക്കായ, മുടികൊഴിച്ചിൽ തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ നമുക്ക് കേശധൂപനം ചെയ്യാവുന്നതാണ്. കേശധൂപനം എന്നാൽ എന്താണ്? ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള മരുന്നുകൾ നന്നായി കഴുകി ഉണക്കിപ്പൊടിച്ച് കർപ്പൂരവും കൂടി ചേർത്ത് പുകയ്ക്കുന്നതാണ്. മുടിയിൽ ഏൽപ്പിക്കുന്ന പുകയ്ക്കാണ് കേശധൂപനം എന്ന് പറയുന്നത്. ആയുർവേദ മരുന്നുകളായ ദേവതാരം, രാമച്ചം, ആര്യവേപ്പ്, കുന്തിരിക്ക എന്നിവയെല്ലാം കേശധൂപനത്തിനായി ഉപയോഗിക്കുന്നു. എപ്രകാരമാണ് കേശധൂപനം ചെയ്യേണ്ടത്? എണ്ണയിട്ട് നന്നായി മസാജ് ചെയ്ത് വൃത്തിയായി കഴുകിയ മുടിയിലായിരിക്കണം കേശധൂപനം ചെയ്യേണ്ടത്. മൺപാത്രത്തിലോ ബ്രാസിൻ്റെ പാത്രത്തിലോ കേശധൂപനം ചെയ്യാവുന്നതാണ്. രാമച്ചവും ചതച്ചതും കർപ്പൂരം പൊടിച്ചതും ചേർത്ത് നന്നായി കത്തിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ചിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള മരുന്നുകൾ ചേർത്ത് നന്നായി പുക വന്നതിന് ശേഷം മാത്രം മുടിയിഴകളിൽ പുക ഏൽപ്പിക്കേണ്ടതാണ്. ഓരോ മുടിയിഴകളായി മാറ്റി മാറ്റി വേണം പുക ഏൽപ്പിക്കുവാൻ. നമ്മുടെ ഇവിടെ ചെയ്യുന്ന ഡാൻഡ്രഫ് കെയർ ട്രീറ്റ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കേശധൂപനം. അതായത് നന്നായിട്ട് എണ്ണയിട്ട് മസാജ് ചെയ്ത് നമ്മുടെ തന്നെ ഷാമ്പൂ ഇട്ട് കഴുകി വൃത്തിയാക്കിയ മുടിയിൽ അതാത് മുടിക്ക് അനുസരിച്ചുള്ള ഹെർബൽ പാക്കുകളായിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുക. ആ ഹെർബൽ പാക്ക് ഇട്ട് നന്നായി കണ്ടീഷനിങ് ആയ മുടി വീണ്ടും കഴുകി വൃത്തിയാക്കുന്നു. അതിനുശേഷം ഈ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള പൊടിച്ചു വച്ചിരിക്കുന്ന മരുന്നുകളിട്ട് പുക ഏൽപ്പിക്കുന്നു. ഓരോ മുടി ഇഴകളിലും നമ്മൾ പുക ഏൽപ്പിക്കുന്നു. ഒറ്റ സിറ്റിങ്ങിൽ തന്നെ നല്ല വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. നമ്മുടെ ഡാൻഡ്രഫ് കെയർ ട്രീറ്റ്മെൻറ്റ്, മുടി കൊഴിച്ചിൽ തുടങ്ങിയവയെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.